കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും മറ്റു കർത്തൃദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കൂട്ടായ്മ കൂടി കർത്താവ് നമുക്ക് ഭൂമിയിൽ നൽകി. പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ഞാൻ ഭവനത്തിൽ ഇരുന്നപ്പോൾ മെനഞ്ഞാന്ന് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വചനം 2 ക്ലിപ്പായിട്ട് ഞാനത് ശുശ്രൂഷിച്ച് പ്രസംഗിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതിലെ പ്രധാന സബ്ജക്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ അതിൻ്റെ 17-ാം അധ്യായം. എല്ലാവരും ആ വാക്യം എടുത്ത് വായിക്കണം. 26-ാം വാക്യം ഒന്ന് വായിക്കും. മതി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും നാളിലും ഉണ്ടാകും. അത് മത്തായി പറയുന്നത് ഒന്ന് വായിക്കാം. 37, 24-ന്റെ 37. മതി. അത് ഇന്നലെ ഞാനത് 2 ടിപ്പായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അത് നാളെ മറ്റന്നാളൊക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടും. നിങ്ങൾ കേൾക്കണം, നിശ്ചയമായിട്ട് അത് കേൾക്കണം. കാരണം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു കാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോഹയുടെ കാലത്ത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? വഷളത്വം, ദൈവത്തെ മറന്നുള്ള ജീവിതം, ദൈവപ്രമാണങ്ങളെ വിട്ടുള്ള ജീവിതം. അപ്പൊ ചോദിക്കും, നോഹയുടെ കാലത്ത് എന്തെങ്കിലും പ്രമാണമുണ്ടോ? അതേ പ്രമാണമുണ്ട്. പാപം ചെയ്ത് ദൈവം നശിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് നോഹയോട് പറഞ്ഞു, നശിച്ചു പോകാതിരിക്കാൻ ഈ പെട്ടകത്തിൽ കയറാൻ വേണ്ടി ഒരു പ്രമാണം നോഹയ്ക്ക് കൊടുത്തു. അത് നോഹ പ്രസംഗിച്ചു. ആ പ്രസംഗം എന്ത് ചെയ്തില്ല? ആരും കേട്ടില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, പാസ്റ്റർമാരോട് പറയാറുള്ളത്, പ്രസംഗിച്ച് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തിയില്ലെങ്കിലും ഭാര്യയും കുട്ടികളെങ്കിലും അതിന്റെ പെട്ടകത്തിന്റെ ഉള്ളിൽ കയറ്റിക്കൊള്ളണം. ഇന്ന് അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രസംഗവും നമ്മുടെ ശുശ്രൂഷകളും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയായിരിക്കും. ഇന്നങ്ങനെ കാണുന്നില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ദൈവരാജ്യം പ്രാപിച്ചെടുക്കാൻ അല്ല എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഭരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ വഷളത്വം കൊണ്ട് ലോകം നിറഞ്ഞു കിടക്കും. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. MDMA, നമ്മൾ ആദ്യം വൈകി MDMA എന്ന് പറയുമ്പോൾ ഡിഗ്രി വല്ലതും ആയിരിക്കുന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ സംഭവം എന്താ? ആൾക്കാരെ കൊല്ലുന്ന ലഹരിയാണ്. അതൊരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഹൃദയത്തിനുള്ളിൽ ഉണ്ടാകും. പിശാച് കൊടുക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചിന്തിച്ചോ, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച ഒരു സഹോദരൻ സ്വന്തം പിതാവിനെ എന്ത് ചെയ്തു? ആ ലഹരിക്കടിമയാ. കൊന്നുകളഞ്ഞു. ലഹരിക്കടിമയാ. ലോക മനുഷ്യർ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ കോളത്തിൽ അത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാണ്. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താ? 36-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേട്ടാ. സൗകര്യം വായിച്ചു, ഉറച്ചു വായിച്ചു ഇവിടെ കേൾക്കണം. എന്താ നോഹയുടെ കാലത്തെ പ്രത്യേകത? പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു.
നോഹയുടെ കാലത്തെ പ്രത്യേകത, മനുഷ്യൻ അവനവന് ബോധിച്ചതുപോലെ നടന്നു. ഇന്നും ഏകദേശം അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇന്നത്തെ മതങ്ങൾ, ഇന്നത്തെ സ്വത്രം ക്രൈസ്തവ ഗോളം അവരവർക്ക് ബോധിച്ചതുപോലെയല്ലേ നടക്കുന്നത്. എന്നാൽ നമുക്ക് ബോധിച്ചതുപോലെ നടക്കാനുള്ളവരാണോ? നമ്മൾ പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ടവരല്ലേ? സ്വത്രം. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചല്ലേ നടക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പെന്തക്കോസ്ത് ഗോളത്തിലെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മകൻ ഒരു പിതാവിനെ കൊന്നപ്പോൾ അവരെങ്ങനെ നടക്കുന്നേ? ബോധിച്ചതുപോലെ. കറക്റ്റ്, അതാണ് എന്റെ മറുപടി. ബോധിച്ചതുപോലെ. അപ്പൊ നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവിലാകുമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രവചിച്ച ആ പ്രാവചനിക നിവൃത്തി എന്റെയും നിങ്ങളുടെയും കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ നടുവിലാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. ബോധിച്ചതുപോലെ നടന്നു. എന്നെ അടുത്ത് വായിച്ചാട്ടെ. സോറി. ആമേൻ. ആമേൻ. അപകടകരമായ ഒരു വിഷയമാണ് നമ്മൾ ഇപ്പൊ വായിച്ചു കേട്ടത്. അതേ പേജിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ അതേ പേജിൽ, പഴയ ബൈബിൾ ആണെങ്കിൽ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 5:27 969 സംവത്സരം മധുശലേക്ക് ജീവിച്ചിരുന്നു എന്ന് ആ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതേ പേജിന്റെ ഒരു 4-5 വാക്യം കഴിഞ്ഞപ്പോ വിഷയം കൊണ്ടങ്ങ് തിരിഞ്ഞു. മനുഷ്യന്റെ ആയുസ് എത്രയായി? 120 സംവത്സരമായി. 969 നിന്ന് 120 മനുഷ്യന്റെ ആയുസ് കുറയാനിടയായി. എന്തുകൊണ്ട്? തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നത്. ദൈവമക്കളെ, ഇത് പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പാലിക്കാതെ ബോധിച്ചതുപോലെ നടക്കുമ്പോൾ മനുഷ്യന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്, സൃഷ്ടിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. ന്യായമായ ശിക്ഷ മനുഷ്യന് കൊടുക്കാൻ കഴിയും. ഞാൻ ആലോചിക്കുക, 500, 600, 969 വയസ്സൊക്കെ മനുഷ്യൻ ജീവിച്ചു. ഇപ്പോ 45, 30 ആകുമ്പോ ഇന്നത്തെ ന്യൂ ജനറേഷൻ 50 ആകുമ്പോ തീരുക. സ്വത്രം. 50ഉം 55ഉം ഒക്കെ നടക്കാൻ വയ്യാതെ രോഗങ്ങളായി, ബുദ്ധിമുട്ടുകളായി, പ്രയാസങ്ങളായി. എന്തുകൊണ്ട് സംഭവിച്ചു? ദൈവത്തിന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യൻ ദൈവപ്രമാണം വിട്ടുകളയുമ്പോൾ ദൈവം അവനെ ശിക്ഷിക്കും എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, അത് വായിച്ച് സമയം കളയാനില്ല, എന്നാലും ഓടിച്ചു വായിച്ചാട്ടെ. പിന്നെ മല്ലന്മാര് തുടങ്ങി. മല്ലന്മാര് അടുത്ത് വീരന്മാര്. ആ ദൈവത്തിന്റെ മക്കള്, മനുഷ്യ മക്കൾ എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കയറുന്നില്ല. അതൊരു വലിയ സബ്ജക്റ്റ് ആണ്. അത് വേറെ സന്ദർഭത്തിൽ കർത്താവിനെ വെച്ചാൽ നമുക്ക് ചിന്തിക്കാം. ആരാണ് മനുഷ്യന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന്. ഇവിടെ മല്ലന്മാരുണ്ടായി. അതിനുശേഷം കീർത്തിപ്പെട്ട പുരുഷന്മാരുണ്ടായി. ഈ കീർത്തിപ്പെട്ട പുരുഷന്മാരും മല്ലന്മാരും ചിന്തിച്ചു നോക്കി. ഇന്ന് ഭൂമി കാണുന്ന ഏറ്റവും വലിയൊരു പാപമാണ് കീർത്തിപ്പെട്ട പുരുഷന്മാർ. 150 ഇഡ്ഡലി തിന്നുന്നവൻ കീർത്തിപ്പെട്ടവനാണ്, വൈറൽ. പിന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വ്യക്തി, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ വഷളത്വം കാണിച്ച വ്യക്തികളെ അവരെ കീർത്തിപ്പെട്ട പുരുഷന്മാരായിട്ട് കാണിക്കുന്നു. നോഹയുടെ കാലം പോലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക ഈ വിഷയം. നോഹയുടെ കാലത്ത് ഏതൊക്കെ പാപപ്രവൃത്തികൾ ലോകത്തുണ്ടായിരുന്നോ അത് മുഴുവൻ അതിന്റെ പൂർണ്ണ ശക്തിയോടെ ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പാപത്തിന്റെ പ്രവൃത്തികൾ. അപ്പൊ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ പരിപാടി. ഇനി അവിടെ നിന്ന് ഈ ദൂതിനെ ഞാനൊന്ന് തിരിക്കാൻ പോവുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത്. അടുത്ത അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അടുത്ത
ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. നോക്കി, ചിന്തിച്ചു നോക്കി. ഞാൻ ഇന്നലെ എന്റെ ഹൃദയത്തിൽ ഒന്നൊരു ചിന്ത ഞാൻ പറയാം. ലോകത്തില് ആയിരക്കണക്കിന് ജീവികളുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും മനോഹരമായി ദൈവം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവി മനുഷ്യനാണ്. ബുദ്ധിയുള്ളവൻ, കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ. മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാര് പഠിച്ചിട്ട് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു അത്ഭുത ജീവിയായിട്ടാണ് മനുഷ്യനെ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. കാരണം എന്തുകൊണ്ടാ? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കുഞ്ഞു വാക്യമുണ്ട്, അവൻ ചെയ്യുന്നതൊന്നും അസാധ്യമാകയില്ല. നമ്മൾ പേർക്ക് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ, എന്തൊരു ബുദ്ധി, എന്റെ പൊന്നെ, ഈ കണ്ടുപിടുത്തങ്ങൾ, ദൈവം അങ്ങനെ ഒരു വാക്യം വായിൽ നിന്ന് പറഞ്ഞുപോയി. അവൻ ചെയ്യുന്നതൊന്നും അസാധ്യമാകില്ലെന്നൊരു വാക്യം ദൈവവചനത്തിൽ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഈ ചെയ്തു കൂട്ടുന്ന നന്മകൾ, മനുഷ്യന്റെ ജീവിത യാത്രകൾക്കും മറ്റു സുഖ സൗകര്യങ്ങൾക്കും മറ്റു കൃഷി കാര്യങ്ങൾക്കും, ഇസ്രായേലിൽ ചെന്ന് നോക്കിയാൽ അവിടെ ചെയ്യുന്ന കൃഷികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു കൃഷിയാണെന്നറിയാം. മരുഭൂമിയായി കിടന്ന ആ ഭൂമിയെ മലർവാടിയാക്കി അവർ തീർത്തു. അത് ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാൽ സർവ്വലോകം കൊണ്ട് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യൻ കാണുന്ന പുരോഗമനങ്ങളെല്ലാം അവന്റെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന യാത്രാ സംവിധാനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും, അത് സ്വത്രം ദൈവം പറഞ്ഞു മനുഷ്യൻ ചെയ്യുന്നതൊന്നും അസാധ്യമാകില്ല, അതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് ദൈവം ഇവിടെ പറയുകയാണ്, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം അനുദപിച്ചു. ഈ നോഹയുടെ കാലത്തെ പോലെയാണ് ഇന്നത്തെ കാലത്തെ കുറിച്ചും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അനുദപിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് വായിച്ചു പറയാനുള്ള സമയമില്ല. നോഹയ്ക്ക് കൃപ ലഭിച്ചു, അതുപോലെ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സ്തോത്രം. എല്ലാവരും പറയുന്ന മറിയയ്ക്ക് ദൈവത്തിന്റെ, കത്തോലിക്കരാണ് കൂടുതലും പറയുന്നത്, മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്റെ പൊന്നു സഹോദര, മറിയയ്ക്ക് മാത്രമല്ല അതിനേക്കാൾ ഉപരി നമുക്കും കൃപ ലഭിച്ചു. പൗലോസ് പറഞ്ഞു നമ്മൾ കൃപ ലഭിച്ചവരാണ്. 2-ാം ലേഖനത്തിൽ പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമാക്കി കളയരുതെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ പഠിച്ചു വരുമ്പോൾ ലോകത്തെ നശിപ്പിക്കുവാൻ, നോഹയുടെ കാലത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. അതിന്റെ സ്തോത്രം പിന്നീടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 11-ാം വാക്യം വായിക്കാം. 6:11. ഭൂമി നിറഞ്ഞിരുന്നു. അടുത്ത ഇനി നിങ്ങൾ വായിച്ചു കൊള്ളുക. 13 മുതൽ 22 വാക്യം വായിച്ചാൽ, ഭൂമി വഷളായി കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു? ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പെട്ടകമുണ്ടാക്കി ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ ഈരണ്ട് അതിൽ കയറ്റി നീയും കുടുംബം എല്ലാം കയറി രക്ഷപ്പെട്ടിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഡെയ്സ് ബൈബിളിന്റെ ഫുട് നോട്ട്സിൽ 120 വർഷം പ്രസംഗിച്ചു എന്ന് വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 120 വർഷം പ്രസംഗിച്ചിട്ടും ഒരു മനുഷ്യൻ പോലും മാനസാന്തരപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. എന്നാൽ നോഹയുടെ കുടുംബം അതിൻ്റെ ഉള്ളിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ജീവികളെ ഈരണ്ടായി കയറ്റി. പെട്ടകത്തിന്റെ വാതിൽ നോഹയല്ലേ അടച്ചത്, ദൈവം അടച്ചു. ദൈവത്തിന്റെ ശിക്ഷാവിധി ലോകത്തിന്റെ മേൽ സ്തോത്രം ദൈവം വരുത്തി. ഇന്നും ചരിത്രം വളരെ വ്യക്തമായി ലോകത്തിലെ ബുദ്ധിജീവികൾ വിളിച്ചു പറയുന്നു, നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയം നടന്നതിന്റെ സകല തെളിവുകളും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് രക്ഷപ്പെടാൻ ഒരു പെട്ടകം ഒരുക്കി. ഇതാ പുതിയ നിയമസഭയ്ക്കും അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ 2025 കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യനും ഒരു പെട്ടകം ദൈവം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതാണ് ക്രിസ്തുവാകുന്ന പെട്ടകം. ദൈവവചന വ്യവസ്ഥ പ്രകാരം പെട്ടകത്തിൽ കയറിയാൽ നമുക്ക് രക്ഷപ്പെടാം. നോഹയുടെ കാലത്തെ നശിപ്പിച്ചതുപോലെ ദൈവം ഈ ഭൂമിയെ, അന്ന് ദൈവം എങ്ങനെ നശിപ്പിച്ചു? ജലപ്രളയം കൊണ്ട്. എന്നാൽ ഇനി ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാ? തീയും ഗന്ധകവും. പത്രോസാണ് ആ വെളിപ്പാട് ശരിക്കും നമുക്ക് പുതിയ നിയമത്തിൽ തരുന്നത്. ഈ ഭൂമി തീക്കായി, ദൈവമക്കളെ, തീ കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുൻപ് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോട് ഞാൻ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കുത്ത് ഉപദേശവും അനുസരിച്ച്
ക്രിസ്തുവാകുന്ന പെട്ടകത്തിന്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടുവാൻ ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ആ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്ക് സ്തോത്രം, മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10, 11 അല്ലെങ്കിൽ 9, 10 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ആ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അടുത്ത്, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തലവിലപ്പറമ്പിലെ ഈ ക്ലാസിന്റെ ആരംഭ ദിവസം ഈ പുതിയ വിഷയമായിട്ട് ഞങ്ങളുടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ രാജ്യം, ഈ ലോകം ഭരിക്കാൻ പോകുന്നു എന്നുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങൾ അല്പമായിട്ട് ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ വാക്യങ്ങൾ കുറുവാക്യമായി എടുത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിക്കുവാനും ധ്യാനിപ്പാനും ദൈവസന്നിധിയിലായിരിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ കർത്താവേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും പ്രത്യാശയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും പ്രചോദനമായി തീരുവാനിടയാകണം കർത്താവേ. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ അങ്ങയുടെ രാജ്യത്തിന്റെ അവകാശിയായി തീരുക എന്നുള്ളതാണല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ ആ അവസ്ഥ പ്രാപിപ്പാൻ ഇന്ന് പൽക്കാലത്തെ ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവർക്കും, വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, ടെലഗ്രാമിലൂടെ നേരിട്ടും കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യണമേ. വചനത്തിലൂടെ ഞങ്ങളെ തട്ടി ഉണർത്തണമേ. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്യായ വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവവചനം ഐശ്വര്യമായി പ്രഘോഷിപ്പാൻ സാധുവിനെ അധികാരപ്പെടുത്തണം. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാതിരുന്ന സമയത്ത് അവരൊക്കെ വാരി വലിച്ച് അങ്ങ് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ അങ്ങനെ ആയിപ്പോയി ചില സമയങ്ങളിൽ, ശ്രദ്ധിക്കണം. എന്നാൽ അവരെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പ്രധാന കാരണം എന്താ? ഈ യഹൂദന്മാരായിട്ടുള്ളവരെല്ലാം അവരുടെ പ്രാർത്ഥന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ഇന്ന് പ്രസംഗിക്കാൻ ഞാൻ കേട്ടു, പ്രാർത്ഥിക്കുന്നത് കേട്ടു. അതൊരു പാപമാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുകയല്ല, അതൊരു പരിജ്ഞാനക്കേടാണ്. ഇപ്പൊ നമ്മളിവിടെ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കണം, അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ? കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ആ പ്രാർത്ഥന എന്നുള്ളത് വലിയ മെസ്സേജ് ആണെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന്റെ ആ ഒരു വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. ആ 10-ാം വാക്യം വായിച്ചാട്ട്, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ, നിന്റെ രാജ്യം വരേണമേ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ രാജ്യം ദൈവരാജ്യമല്ല. ഇത് ലോകപ്രകാരമുള്ള ഒരു സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ 260 രാജ്യങ്ങളുണ്ട്. അവർക്ക് 260 ഭരണാധിപന്മാരുണ്ട്. 260 രാജ്യങ്ങളിലും ഓരോ ഭരണഘടനകളുണ്ട്. അതനുസരിച്ചൊക്കെ ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അവസ്ഥയല്ല. ദൈവമേ, നിന്റെ രാജ്യം വരണമേ. നമ്മുടെ പ്രത്യാശ ദൈവത്തിന്റെ രാജ്യമാണ്, സ്വർഗരാജ്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഏക ലക്ഷ്യം ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. അതായിരിക്കണം. നമ്മളൊക്കെ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കൂടെ? ദൈവവചനം പറയുന്നു എത്ര? 70, 80. നമ്മളിപ്പോ പാടിയെ കൊണ്ട് തീർത്തേ ഉള്ളൂ. 70 80 വയസ്സ്. അപ്പൊ ചിലർ പറയുന്നത് ബംഗ്ലാദേശുകാരൻ 115 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഭാഷയെ ആയിക്കോട്ടെ, 115 കഴിഞ്ഞാലും 116 അവന്റെ കാറ്റ് പോകും, സംശയമില്ല. കുറച്ച് കൂടുതൽ ജീവിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. അപ്പോൾ ഈ ഹ്രസ്വകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ, അത് കഴിഞ്ഞ് കോടാനുകോടി വർഷം ഒരു നിത്യതയിൽ ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുള്ള ഒരു ഉൾബോധം ഒരു പെന്തക്കോസ്തുകാരന് ഉണ്ടാകട്ടെ. എന്താ ഇത് ഈ ദിവസങ്ങളിലെ പ്രസംഗ വിഷയമാണ്. ഞങ്ങൾ ഒത്തിരി പ്രസംഗങ്ങളിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കാം, പാസ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ആ ഉള്ളിലോട്ട്, നിങ്ങളുടെ ഉള്ളിലോട്ട് ചിന്ത കയറണം, അതിനാ റിപ്പീറ്റ് ചെയ്യുന്നത്. 70 80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് 2 നിത്യതയെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു.
ഏതൊക്കെയാണ് നിത്യത? നിത്യ സ്വർഗം, പിന്നെ നിത്യ നരകം. ഇതൊക്കെ പറയാൻ മടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ വചനത്തിന്റെ വെളിപ്പാട് കൊണ്ട് ശക്തിയോടെ വീഴത്തുള്ളൂ. രണ്ട് നിത്യതയാണ് മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്നത്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ഒരു വലിയ നാടകമാണ് മനുഷ്യൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, റിഹേഴ്സൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥ നാടകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഈ സിനിമാ നടന്മാര് അഭിനയിക്കുക ചെയ്യും, അല്ലേ? അഭിനയിച്ച് കോടികൾ ഉണ്ടാക്കി പേരെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ കീർത്തിപ്പെട്ട പുരുഷന്മാരായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം ഈ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഈ അഭിനയമാണ് ഇവിടെ നടക്കുന്നത്. ജീവിതം വരുന്നേ ഉള്ളൂ. ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലിനോട് എനിക്ക് ആത്മാവിൽ പറയാനുള്ളത്, ഈ ഭൂമിയിലെ ജീവിതം ഒരു അഭിനയം പോലെയാണ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് മരണമെന്ന വാതിലിലൂടെ നമ്മൾ പ്രവേശിച്ച് യഥാർത്ഥമായ ഒരു ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നു. ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ നിത്യസ്വർഗം. ഈ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പൊ സ്വർഗരാജ്യത്തിൽ പോകുന്നത് എങ്ങനെയാ? പിടിച്ചടക്കും. നമ്മളിപ്പോ പോകുമെന്നും പറഞ്ഞിരിക്കുക, നടക്കില്ല, പോകും കേട്ടോ. നിങ്ങളാരും സ്വർഗത്ത് പോലെന്ന് പറഞ്ഞു വയ്ക്കുകയല്ല. നമ്മൾ സ്വർഗത്ത് പോകണമെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ദൈവവചന വ്യവസ്ഥ പാലിച്ച് അത് ആത്മികമായി നമ്മുടെ സ്വയത്തമാക്കി എടുക്കണം, നമ്മൾ അവകാശമാക്കി എടുക്കണം. കാരണം സ്വർഗത്ത് പോകാതിരിക്കാൻ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരുത്തൻ മാനസാന്തരപ്പെട്ട് ഒരു ദൈവവൈതലായി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നെങ്കിൽ അന്ന് മുതൽ പിശാച് അവനെ എന്ത് ചെയ്യാം? തകർക്കാൻ ശ്രമിച്ചു. അതാ കറക്റ്റ്. അവനെ തകർത്ത് തരിപ്പണമാക്കി അവന്റെ സാമ്രാജ്യത്തിലേക്ക്, സാത്താന്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിശാച് ശക്തിയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി നീ ഒരു ഭടനാണ്. നമ്മളെല്ലാം ഭടന്മാരാണ്. നമ്മൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പോരാട്ടമുണ്ട്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി ദൈവരാജ്യം പിടിച്ചെടുക്കേണ്ട ഒരു ദൈവവൈതലാണ് ഞാനെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലാതെ നടക്കത്തില്ല. ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയാൻ നിങ്ങൾ ആരും എന്നോട് പണം കരുതി ഈ മരിച്ചു കഴിയുമ്പോൾ പാസ്റ്റർമാർ കൊണ്ടുവച്ച് ഈ പാട്ടൊക്കെ പാടി സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ചില ചെപ്പടി വിദ്യകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പല സ്ഥലത്തും കണ്ടോണ്ടിരിക്കുക. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഒരു ശുശ്രൂഷയിലും പങ്കുകൊണ്ടില്ല. ഞാൻ മാറി നിൽക്കുക. ഇവര് ആദ്യം കൊണ്ടുവന്ന ഒരു ഹോളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശവക്കുഴിയിൽ അവിടെ കൊണ്ടുവച്ചു. ഇവിടത്തേക്കാൾ ശുശ്രൂഷ അവിടെ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, ഇവരുടെ ശുശ്രൂഷകൾ കൊണ്ടാണ് ഈ പുള്ളി മുകളിലോട്ട് ചെല്ലുന്നതെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നു. സ്തോത്രം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം, എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ആന്റിയോട്. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമായി മാറും. കവറ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ പറയുന്നത്. ഒരു 15 സംഘടനക്കാർ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുടെ അനുശോചനം അറിയിക്കുന്നു, ഞങ്ങളുടെ സംഘടന അനുശോചനം അറിയിക്കുന്നു. അതിനിടയ്ക്ക് ഒരാൾ പറയും എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെയും എൻ്റെ സഭാവിശ്വാസികളുടെയും അനുശോചനം അറിയിക്കുന്നു. ഇതൊക്കെ കവറിന് വേണ്ടിയാണ് ദൈവമക്കളെ. മരിച്ചവൻ നരകത്തിൽ പോയി. നിങ്ങളോട് പിണങ്ങല്ലേ? ഇതൊരു അന്ത്യകാല ശുശ്രൂഷ എനിക്ക് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഈ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടുള്ള യാതൊരു ഉപദേശങ്ങളോ ദൈവവചനത്തിന്റെ പഠനങ്ങളോ അവനെ പഠിപ്പിക്കുകയോ അവൻ പഠിക്കുകയോ ചെയ്തിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അതിന്റെ 52 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 52 മുതൽ. സ്തോത്രം. ഇന്നത്തെ വിഷയം തൊട്ടുവെക്കാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട്. വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 52 മുതൽ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. മതി. ആരോട് പറഞ്ഞു? സഹോദരി തന്നെ പറഞ്ഞു. ആരോട് പറഞ്ഞു ഇത്? പൗലോസ് കൊരിന്ത്യർ സഭയോട് പറഞ്ഞു.
ശ്രദ്ധിച്ചു കേട്ടോണേ. പൗലോസ് കൊരിന്ത സഭയോട് പറഞ്ഞ ഉപദേശം ഇത് നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയെ പാപം ചെയ്തുകൊണ്ടിരുന്ന കൊരിന്തിലെ വിശ്വാസികളെ ദൈവവചനം പ്രസംഗിച്ച് ക്രിസ്തു അവര് ചെയ്തുകൊണ്ടിരുന്ന പാപം എന്ന് പറഞ്ഞാൽ അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലൂസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, 4 പക്ഷം പിടിച്ചുകൊണ്ടിരുന്നവരെ ഉപദേശം കൊണ്ട് അവരെ തല്ലി ഒതുക്കി അവരെ ക്രിസ്തുവിന്റെ പക്ഷം മാത്രമാക്കി. പൗലൂസ് ആരുമല്ല, കേഫ ആരുമല്ല, അപ്പൊല്ലോസ് ആരുമല്ല, ഞങ്ങൾ നട്ടു വളരുമാറാ. പൗലോസ് വെള്ളമൊഴിച്ചു, അപ്പൊല്ലോസ് വെള്ളമൊഴിച്ചു, വളരുമാറാക്കിയത് ദൈവമത്രേ. അപ്പൊ ദൈവമാണ് ഏറ്റവും പ്രധാന ക്യാരക്ടർ. ശുശ്രൂഷകന്മാർ ആരും അല്ല. ആ വചനം അനുസരിച്ച് അവർ ജീവിച്ച് അങ്ങനെ ആ ദുരുപദേശത്തിൽ അവരെ അടർത്തിയെടുത്ത് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവൻ പോലും കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഉപദേശം കൊണ്ട് തല്ലി ഒതുക്കി സാത്താനെ ആദ്യം ഏൽപ്പിച്ചു. അവർ മടങ്ങി വന്നു. അവർ വിശുദ്ധന്മാരായി 1 കൊരിന്ത് ലേഖനത്തിൽ അവർ തമ്മിൽ തല്ലുന്നവരായി പാപം ചെയ്യുന്നവരായിരുന്നെങ്കിൽ 2-ാം ലേഖനത്തിൽ അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറി. അവരോടാണ് പറയുന്നത് എന്താ? സ്തോത്രം. അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും. ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഒരു ചോദ്യം. 3 പാസ്റ്റർമാരിപ്പുണ്ട് ഇവിടെ. എനിക്ക് പാസ്റ്റർമാരോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ നടത്തപ്പെടുന്ന സഭയിലെ വിശ്വാസികൾ ഈ കൊരിന്ത്യയിലെ വിശ്വാസികളെ പോലെ ആയിത്തീർന്നു? ക്രിസ്തുവിന്റെ പത്രങ്ങളായോ അവരിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ തുടങ്ങിയോ? അവർ വിശുദ്ധന്മാരായി മാറിയോ? അവർ പ്രത്യാശയുള്ളവരായി മാറിയോ? അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരുന്ന കൊരിന്ത് സഭയിലെ വിശ്വാസികളെ ദൈവവചനം കൊണ്ട്, ഉപദേശം കൊണ്ട്, കട്ടിയായ ഉപദേശം കൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നടത്തി അവരെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, അവരിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. അവരോടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും എന്ന് പറയുമ്പോ ഇന്ന് പാസ്റ്റർമാർ ഒരു ശവത്തെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നാം എല്ലാവരും എന്ന് പറയുമ്പോൾ കൊരിന്ത് സഭയുടെ ആത്മീയ നിലവാരത്തിലേക്ക് നമ്മൾ വരണം, അല്ലേ പാസ്റ്റർ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനീ പാഴ്പണി? ഇന്നുള്ള സഭകളും ഇന്നുള്ള ദൈവമക്കളും ആ കൊരിന്ത് സഭയിലെ ക്രിസ്തുവിനെ കാണത്തക്ക നിലയിലുള്ള ഒരു ആത്മീയ നിലവാരത്തിലേക്ക്, ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ്, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തമ്മിൽ സ്നേഹിക്കുന്ന ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ മാത്രമേ നാം എല്ലാവരും എന്നുള്ള പദം നമ്മിൽ അനർത്ഥമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗുണമില്ലെന്നുള്ളൂ. നേരത്തെ ഇവിടെ ആന്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല ഒരു ക്ലൂ കിട്ടിയിരിക്കുകയായി പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ എന്താ കാര്യം? പ്രസംഗിച്ചിട്ട് കവറും മേടിച്ചോണ്ട് പോകും, ആള് നിറയെത്തി കുരുത്തലൊക്കെ കൊണ്ടുവച്ച് 1 മണിക്കൂർ, പിന്നെ ഹോളെടുത്ത് കൊണ്ടുവച്ച് അതില് എത്ര മണിക്കൂറൊക്കെയാ എന്ന് പറഞ്ഞു, ഓരോരുത്തർ 6-8 മണിക്കൂറൊക്കെയാണ്. അവസാനം പറയാം നിർത്ത് എല്ലാം നിർത്തി, അവൻ കൊണ്ടുപോകണം, ഇപ്പൊ ചെയ്യാൻ തുടങ്ങി, നമുക്ക് കൊണ്ടുപോയി അടക്കാം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. ഗുണം പിടിക്കാത്തവൻ ചത്തു കഴിഞ്ഞിട്ട് എന്തോ ഒരു വാചാലത അവിടെ നടക്കുന്ന മുഴുവൻ. മാനസാന്തരപ്പെട്ടവരാണോ ഇതൊക്കെ? എന്റെ ദൈവമക്കളെ, ഇന്ന് കാണുന്ന ഈ പ്രഹസനങ്ങളൊന്നും കണ്ട് നമ്മൾ ആരും സ്വത്രം സന്തോഷിക്കരുതെന്ന് പറഞ്ഞു വരിക. നമ്മളെല്ലാവരും ഉയർപ്പോ രൂപാന്തരമോ നമുക്ക് ലഭിക്കത്തക്ക നിലയിൽ അപ്പോസ്തലന്മാരാൽ ഉപദേശം കേട്ട് നടത്തപ്പെട്ട സഭയുടെ ആത്മിക നിലവാരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളർന്നു വരണം. 1 മണി വരെയുള്ള സമയം എനിക്ക് തന്നിട്ടുണ്ട് പാസ്റ്റർ, ഇപ്പൊ തെന്നയുടെ പാസ്റ്റർ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കാം. വിഷമിക്കുന്നെങ്കിൽ ഞാനേ പ്രസംഗിച്ചങ്ങ് കുഴയുള്ളൂ. ഞാൻ കുഴയത്തില്ല, ഞാൻ പ്രസംഗിച്ച് ബലപ്പെടുകയുള്ളൂ. എന്റെ സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മള് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ച് കൊരിന്ത് സഭ പോലെ, റോമാ സഭ പോലെ, ഗലാത്യ സഭ പോലെ, എഫേസ്യ സഭ പോലെ, കൊലോസ്യ സഭ പോലെ, തെസ്സലോനിക്ക സഭ പോലെ നല്ല ആത്മീയരായി, നല്ല കറതേർന്ന ദൈവമക്കളായി നമ്മൾ ജീവിച്ച് കണ്ണടയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടും. ഇന്ന് കാണുന്ന പോക്കൊക്കെ കണ്ടിട്ട് ഞാൻ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി മരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ അങ്കലാപ്പാണ്. ഈ ആത്മാവ് ഇവിടെ പോയി. ഓരോരുത്തരും ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത 7-ന് എന്നാണ് ആ പപ്പടം പടം കൂട്ടി തീരുമാനം എന്ന് പറഞ്ഞ് അവർ ചിന്തിക്കുക. എൻ്റെ ഉള്ളിലെ ചിന്ത, ദൈവമേ
ആ രക്തം എന്നോട് ചോദിക്കുമോ? അതാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. എൻ്റെ അയൽവാസികളായിട്ടുള്ള ഒത്തിരി പേര് പ്രായമുള്ളവരല്ലാത്തവരൊക്കെ മരിച്ചു. അവിടെ 7-ന് പപ്പടം പഴകി ഒരൊറ്റ വീട്ടിൽ ഞാൻ പോയിട്ടില്ല തിന്നാൻ. കാരണം കരയേണ്ട ഞാൻ അവൻ്റെ വീട്ടിൽ പോയി തിന്നാൻ. ഇതൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുക. പെന്തക്കോസ്തരുടെ അതുണ്ട്. പപ്പടം പായസം അല്ലെങ്കിൽ നല്ല ചാപ്പാടൊക്കെ കൊടുത്ത് ഒരു 15 ദിവസം കഴിയുമ്പോൾ ആശ്രം വിളിച്ചൊരു പാട്ടൊക്കെ പാടി എല്ലാവർക്കും ചാപ്പാടും കൊടുത്ത് കുറെ കവറും ഒക്കെ കൊടുത്ത് പോകുന്ന രീതികളൊക്കെ ഉണ്ട്. ഈ ദുരാചാരങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഗുണമില്ലെന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യനികളെ നയിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ഒരു ദൈവവൈദ്യരായി നമ്മൾ ജീവിക്കണം. എൻ്റെ ഇന്നത്തെ പ്രധാന വിഷയം എന്നുള്ളത്, കർത്താവായ യേശുക്രിസ്തു സഭയെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം ഈ ഭൂമിയിൽ നടക്കും. ആ മഹോദരകാലത്തിന് ശേഷം പുതിയ നിയമ പഴയ നിയമ സഭയും കർത്താവും എല്ലാവരും കൂടി ചേർന്ന് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്കൊരു തുടക്കം ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ സ്വർഗത്തിലല്ല, ഈ ഭൂമിയിലത്തെ കാര്യം പറഞ്ഞു. ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിയ യുദ്ധത്തോടെ ഈ പഴയ ഭൂമിയും പഴയ ആകാശത്തെ മുഴുവൻ ചുട്ടരിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി. 2 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കും. 13-ാം വാക്യം 13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നമ്മൾ അതിനാ കാത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിൽ നമ്മൾ രൂപാന്തരപ്പെടും. അതിനുശേഷം 7 വർഷം സ്വർഗത്തിലായിരിക്കും. ഇവിടെ മഹോദരകാലമായിരിക്കും. അതിനുശേഷം മഹോദരകാലം കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഇവിടെ വന്ന് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പിന്നെ അവസാനം ഒരു വലിയ യുദ്ധത്തോടൊപ്പം ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ച് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം സ്തോത്രം രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അവിടത്തെ അവകാശികളായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ എന്താണെങ്കിലും സാരമില്ല. അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലെ നിത്യാനന്ദം നമ്മുടെ തലയിൽ ഉണ്ടാകുമെന്ന പ്രാവചനിക പുസ്തകത്തിൽ യെശയ്യാവ് എഴുതിയതുപോലെ ആ നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. അല്ലാതെ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമാക്കാൻ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നേരെ മറിച്ചാ കണ്ടോണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു. ഇപ്പൊ ചിലർ പറയുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയും കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചു, ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കർത്താവ് ഞങ്ങൾക്കിപ്പോൾ തന്നു. ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്, ജീവിത സൗകര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കാര്യം. നിന്റെ ആത്മീയ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ ആത്മീകമായ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് പിടഞ്ഞു വീണ് മരിച്ചാൽ വിശ്രാമ സ്ഥലത്ത് ചെല്ലുമോ? അതോ തലവാൻ കിടക്കുന്നിടത്ത് പോയി വെള്ളം ഒന്ന് വിളിക്കേണ്ട ഗതികെട്ട അവസ്ഥ വരുമോ? എൻ്റെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. കാരണം കർത്താവ് അങ്ങനെ ഒരു വചന വെളിപ്പാട് ഹൃദയത്തിൽ തന്നേക്കുന്നുണ്ടാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഞാൻ പണ്ടൊക്കെ സ്വത്രം ഈ ലോകത്തിലെ വിഷയങ്ങൾ മാത്രം പ്രസംഗിച്ചു കിടന്നവനാ. എന്നാൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനം കർത്താവ് ഹൃദയത്തിൽ തന്നപ്പോൾ ആ ശൈലി മാറി നിത്യതയെക്കുറിച്ചുള്ള ഒരു വിഷനാണ് കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിൽ പ്രധാനമായി പഠിപ്പിച്ചത് ഈ ഭൂമിയിലെ വിഷയങ്ങളെ കുറിച്ചല്ല, നിന്റെ രാജ്യം വരണമേ, ദൈവമേ നിന്റെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യത്തിന്റെ അംശങ്ങളായി ഈ പാവം പിടിച്ചവർ തീരണമെന്നാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. ഗലീല നാട്ടിലെ സ്തോത്രം മീൻ പിടിച്ച് നടന്ന മുക്കവും സഹോദരന്മാരോട് കർത്താവ് പഠിപ്പിച്ചത് എന്താ? ദൈവരാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത് ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാ കർത്താവ് അവരെ പഠിപ്പിച്ചത്. കർത്താവ് അവരെ പഠിപ്പിച്ചതൊന്നും ഇന്ന് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല.
അത് കഴിഞ്ഞ് വേറൊരു വിഷയം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കുമെന്ന് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനോമുഖരങ്ങൾ കർത്താവ് ആത്മാവിൽ കണ്ടുകൊണ്ട് അവരോട് പറഞ്ഞു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് പറ, വിചാരപ്പെടേണ്ട. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത പോയിന്റ്, പ്രധാന പോയിന്റ്, ആദിയിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അത് അന്വേഷിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ്. നിർഭാഗ്യവശാൽ ആ വാക്യം നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കോണേ. ഹല്ലേലൂയ. ദൈവരാജ്യം ദൈവനീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ നന്മകൾ കർത്താവ് തരും. നീതിമാന്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയില്ല. അപ്പൊ വചനവസ്തുപ്രകാരം നമ്മൾ നേരോടെ ജീവിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. നേരോടെ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തിന്റെ ചിന്തകൾ വിട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തിൽ പോകുന്ന വിഷയത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് അതാത് സമയങ്ങളിൽ തരും. എന്ന് വെച്ച് ജോലി എടുക്കേണ്ടെന്നോ പണിയെടുക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. പഠിക്കേണ്ടതൊന്നും അർത്ഥമാകുന്നില്ല. പഠിക്കുന്നവർ പഠിക്കുക, ജോലി എടുക്കുന്നവർ ജോലി എടുക്കുക, കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്യുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. എന്നാൽ ഏറ്റവും ഉന്നതമായ ചിന്ത എന്തായിരിക്കണം? ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കണം. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അവസ്ഥകൾ, ആ പുതിയ നിയമ ഉപദേശത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം എന്ന വിഷയത്തിനാണ് കർത്താവ് പ്രാധാന്യത കൊടുത്തത്, അപ്പോസ്തലന്മാർ പ്രാധാന്യത കൊടുത്തത്. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കുന്ന വിഷയത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. നീ നേരെ ചൊവ്വേ ജീവിച്ചാൽ നിനക്കെല്ലാം തരാമെന്നാ പറഞ്ഞത്. ഉണ്ണാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്നാ വിചാരിക്കാം കർത്താവ് പറഞ്ഞത്. കൂടുതൽ അധികം ഉണ്ടാക്കേണ്ടെന്നാ പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷ വേലകൾ, ഗൾഫ് യാത്രകൾ, വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം സമ്പത്തുണ്ടാക്കുന്നുള്ളതാണ്. ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളത് വളരെ തുലോമേ നടക്കുന്നുള്ളൂ. ചെറിയൊരു ഭൂരിപക്ഷം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം സമ്പത്ത് വർദ്ധിക്കുക, വീടോട് വീട് വർദ്ധിക്കുക, സമ്പത്തോട് സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഇതാണ് സുവിശേഷ വേല കൊണ്ട് നടക്കുന്നത് പലതും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സുവിശേഷകൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ അത് ഭൗതികത്തിന് വേണ്ടിയായിരിക്കും. അത് വളരെ കർക്കശമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ ഭൗതികം നേടാനല്ല നിന്റെ വേല. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുന്ന പലരും ഇത് കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയാം, നിങ്ങൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശത്ത് പോയി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് തുറന്നു വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നേക്കുക. ഇതല്ല ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട്, എനിക്കറിയാം, ഞാൻ പേരൊന്നും പറഞ്ഞാവില്ല, ഒരു ഇന്റർനാഷണൽ ഒരു ഒരു സ്ഥലത്ത് എന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിവിടെ വന്നേക്കണേന്റെ കാര്യമൊക്കെ, ഞങ്ങൾക്കൊരു ഹോള് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം. പോയി, അവിടെ പോയി, പാളിപ്പോയി. സ്വത്രം. ഹോള് വേണം, വീട് വേണം, കാർ വേണം, അത് വേണം, ഇതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവരാജ്യമായിരിക്കണം. പലസ്തീൻ നാട്ടിലെ പാപം പിടിച്ച വിശ്വാസികളോട് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറഞ്ഞത് ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നിന്റെ രാജ്യം വരണം. ഏതല്ലേ അവിടെ പറഞ്ഞത്? എന്താ വാക്യം? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. അതാണ് കർത്താവ് പഠിപ്പിച്ചത് ആദ്യം. അത് കഴിച്ചിട്ടാ പിന്നെ അന്നുള്ള ആഹാരം. ആദിയിൽ ദൈവരാജ്യം. ഇവിടെ നമ്മുടെ വേദോത്സവത്തിന്റെ ആദ്യത്തെ വാക്കെന്താണ്? ആദ്യത്തെ വാക്ക് ആദിയിൽ ദൈവം. ഇതിപ്പോ ആദിയിൽ വീട്, ആദിയിൽ കാറ്, ഈ നിലവാരത്തിലേക്ക് മാറി. കർത്താവ് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സ്വർഗരാജ്യം വരണമേ. ഇതിനിടയ്ക്ക് ആ വാക്യം ഞാനൊന്ന് എടുത്തങ്ങ് പറയുക. കർത്താവിന്റെ അടുക്കൽ ചെന്ന് പത്രോസും യോഹന്നാനും യാക്കോബും ശിഷ്യന്മാരെല്ലാം കൂടി ചെന്ന്, കർത്താവെ, ഞങ്ങൾ സകലതും വിട്ടു തന്നെയാണ്. എന്തായി വിട്ടത്? ഞാൻ എന്റെ ഭാഷ നിങ്ങൾ കേട്ട ചിരിക്കരുത്. പടകിന്റെ ഈ പങ്കായത്തിന്റെ പകുതിയേ ഉള്ളൂ, പകുതി ഒടിഞ്ഞു. പിന്നെ വലയാണെങ്കിൽ കീറി പറഞ്ഞ്
ഒത്തിരി മീൻ വന്നാൽ കുറേയൊക്കെ കയറും, ബാക്കി എല്ലാ വഴി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ വലയും ഗുണമില്ല. പിന്നെ വള്ളത്തേല് തുണി ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക, അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം കയറി വള്ളം മുങ്ങും. അപ്പൊ ആ പരുവത്തിലുള്ള അവസ്ഥയിലുള്ളതാക്കിയാണ് വിട്ടത്. പോട്ടെ, എന്തായാലും കർത്താവ് എന്തോ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു അവരോട് കർത്താവ്? മറുപടി ചോദ്യം: ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. എന്താ പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ പ്രസംഗത്തിന്റെ തുടക്കങ്ങളാണിത്. ചിലപ്പോൾ ഇത് ഒത്തിരി കുറച്ച് 2, 3, 4 ക്ലാസ് ആയിട്ട് നീളാൻ സാധ്യതയുണ്ട്. പറഞ്ഞാട്ടെ, ഒരു മറുപടി പറഞ്ഞാട്ടെ. ഞാൻ ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കാൻ ഇരിക്കുമ്പോൾ. ഓ ഹല്ലേലൂയ! നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, ബാക്കി ഒന്ന് ചിന്തിച്ചേ, മനസ്സിലോട്ടൊന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ ഗോത്രം 12നെയും ഞാൻ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.